മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ന്യൂ ഇയറിൽ നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്ന മിസ്റ്റർ വിജയ് ബാബുവിന്റെ അടുത്ത് ഹാപ്പി ന്യൂ ഇയർ വിജയ് ചേട്ടാ. വണ്ടർഫുൾ സ്ക്രിപ്റ്റ്, വെരി എക്സൈറ്റിംഗ്. ഇതുവരെ മലയാളി ഓഡിയൻസ് കാണാത്ത ഒരു തരം സ്ക്രിപ്റ്റ്. പറഞ്ഞു ഒരു ബിഗ് ബഡ്ജറ്റ്, ജയേട്ടനും പറഞ്ഞു ഒരു ബിഗ് ബഡ്ജറ്റിൽ സംഭവം വരാൻ പോണെന്ന്. വരും. I'll start loving one person more. അതാരാണ് 1%? എന്താണ് 2025 ആൻസൺ വിവാഹം കഴിക്കുമല്ലോ അല്ലേ? ഏറ്റവും വലിയ അവാർഡ് ഇതായിരിക്കുന്നു. രണ്ടാമത്തെ അവാർഡ് കിട്ടി, അതാണ് ഏറ്റവും GK പിള്ള അവാർഡ് കിട്ടി. ഇവിടെ വെച്ചിരിക്കുകയാണോ? ന്യൂ ഇയർ നിങ്ങൾ എന്ത് ചെയ്തു? അപ്പോ നിങ്ങളുടെ ഫസ്റ്റ് ന്യൂ ഇയർ ആയിരുന്നു. നിങ്ങൾ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത ന്യൂ ഇയർ? ഞങ്ങളുടെ കൂടെ ഈ പ്രൈവറ്റ് സ്പേസ് എന്ന് പറയുന്നത് ആണ് നിങ്ങളുടെ ലോകം. അവിടെ അങ്ങ് ഒതുങ്ങി. പ്രശസ്തിയും അഭിനേതാവുന്ന രീതിയിലൊക്കെ വളരെ ഉയർച്ചയുണ്ടാവുന്ന ഒരു കൊല്ലമായിരിക്കും 2025. ഉറപ്പാണ് 100%. മറ്റേ ഇതുപോലെ പൂയം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി. ഇതെന്താ കാര്യം അറിയാമോ? ചേച്ചിയുടെ നാവ് പൊന്നോട്ടെ. നന്ദി വേണം കേട്ടോ. മലയാളം ഇൻഡസ്ട്രിയിലത്തെ ടെക്നീഷ്യൻസ് എവിടെ ഇട്ടാലും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. എത്രമാത്രം പ്രഷർ ഉണ്ടെങ്കിലും ബെസ്റ്റ് ഔട്ട്കം തരും എന്നുള്ള രീതിയിലാണ്. കരിയർ വൈസ് ആണെങ്കിൽ നല്ല സിനിമകളുടെ ഭാഗമാണെന്നാണ് ആഗ്രഹം. അപ്പൊ കഥ കേൾക്കുമ്പോഴത്തേക്കും ദൈവം ആ സമയത്ത് നല്ല സെലക്ഷനുള്ള ബുദ്ധി തരണേ എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ഓരോ കഥകളും കേൾക്കുന്നത്. കുളിർ കാഴ്ചലോട് സ്നേഹം ഒരു പോർവേക്കുൾ ഇരുതൂക്കം. ഗായത്രി ആരുണ്ട് നെയിലിറ്റിലാണ്. നമ്മൾ നേരത്തെ അന്ന് ഇവരിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മളന്ന് വന്നിരുന്നില്ലേ. പിന്നീട് ഇതാ ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ന്യൂ ഇയർ വിഷ് ചെയ്യാനായിട്ട് ഇതാ വീണ്ടും ഗായത്രിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നമുക്കുള്ളിലേക്ക് ചെല്ലാം. ഗായത്രിയുടെ ന്യൂ ഇയർ എങ്ങനെയാണെന്ന് നമുക്ക് ചോദിക്കാം. കേറാ. ഇവിടെ ആരും ഇല്ലേ? ഹലോ ഗായത്രി ഉണ്ടോ? ഹായ്, ഹാപ്പി ന്യൂ ഇയർ. നിങ്ങൾ എല്ലാവരും എന്ത് പറയണു? ആണോ? ഗായത്രി തിരക്കിലാണോ? ഉള്ളില് ഒന്ന് വിളിക്കാമോ? അന്ന് നമ്മള് വന്നപ്പോ എന്ത് ഭംഗിയായിരുന്നു. അതേപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് നല്ല ന്യൂ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. വെൽ മെയിൻറ്റെയിൻ, എല്ലാം നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഗായത്രി. കറക്റ്റായിട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഉള്ളിൽ കുറച്ച് ക്ലയൻസ് ഉണ്ട്. അവിടെ ഒരു കുട്ടിയുടെ ഹെയർ കട്ട് ചെയ്യുന്നുണ്ട്. വേറെ ആൾക്കാർ ആരൊക്കെയോ എന്തൊക്കെയോ അവിടെ ആൾക്കാർ ഉള്ളിലുണ്ട്. അപ്പൊ നമുക്ക് കസ്റ്റമേഴ്സ് ഉള്ളിലുള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. അങ്ങോട്ട് അങ്ങനെ ഹെഡ് ചെയ്യണ്ട. അന്ന് വന്ന് ഞാൻ നെയിലാട്ടൊക്കെ ചെയ്തിരുന്നു. ഇന്ന് എന്തെങ്കിലും നടക്കുമോ എന്തോ. ഇനിയും കുറച്ച് വീടുകളിൽ പോകാനുണ്ട്. അതുകൊണ്ട് ഇന്ന് നടക്കുന്ന കാര്യം സംശയമാണ്. ഗായത്രി എവിടെ? ഹലോ, ഹാപ്പി ന്യൂ ഇയർ. കഴിച്ചോ? മതി, ഹാപ്പി ന്യൂ ഇയർ. എനിക്ക് അത്രയൊന്നും വേണ്ട. എന്ന് പറയണു. നന്നായിട്ട് വെൽ മെയിൻറ്റൈൻഡ് ആണ് കേട്ടോ. സൂപ്പർ. എല്ലാം നന്നായിട്ട് മൈക്കറട്ടെ, മൈക്ക് വെച്ചോ. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സൂപ്പർ ആയിട്ട് ഇരിക്കണു എല്ലാം. അതാ പറഞ്ഞേ, അന്ന് വന്നതല്ലേ. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും അത് നന്നായി അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തോണ്ട് പോണു. അതിലാണ് ഏറ്റവും വലിയൊരു കാര്യം. എങ്ങനെ പോണു ബിസിനസ് കാര്യങ്ങളെല്ലാം? കുഴപ്പമില്ല. ഞാനിത് പാട്ടൊന്ന് ഓഫ് ചെയ്യട്ടെ. പിന്നെ നിങ്ങക്ക് കോപ്പിറൈറ്റ് അടിക്കൂലേ? നന്നായി. പിന്നെ 2024 എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല വർഷമായിരുന്നു. നമ്മള് വളരെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ വന്നതാണ് ഇത്. സംഭവിച്ചു. പിന്നെ എല്ലാം നല്ലതായിരുന്നു. 2024 നോക്കുമ്പോഴത്തേക്കും ഭയങ്കര 2024 ഗായത്രിക്ക് സമ്മാനിച്ച ഏറ്റവും പ്ലസ് ആയിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? ഇത് തന്നെയാണ്. നെയിലിറ്റ് തന്നെയാണ്. കാരണം 2024 തുടങ്ങുമ്പോ ഇല്ലാതിരുന്ന ഒരു പ്ലാൻ ആയിരുന്നു. അതെ, ആക്സിഡന്റലി വന്ന ഒരു പ്ലാനാണ്. അപ്പൊ അത് നമ്മൾ ഇത്രയും പെട്ടെന്ന് തന്നെ നടക്കും എന്നൊന്നും നമ്മൾ ഒട്ടും വിചാരിച്ചില്ല. പെട്ടെന്ന് അങ്ങനെ ദാന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് വന്നു. അരുണിന്റെ അടുത്ത് പറയേണ്ട താമസം അരുൺ അതൊന്നും ഉണ്ടാക്കി തന്നു. അങ്ങനെ പെട്ടെന്നായ ഒന്നാണ് ഇത്. ഇനി ഏറ്റവും ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലാത്തത് 2024 കഴിഞ്ഞു പോയൊരു കാര്യം, മോശമായിട്ടുള്ളൊരു ബാഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? ബാഡ് ആയിട്ടുള്ള ഒന്നും അങ്ങനെ 2024 ഉണ്ടായിട്ടില്ല. വാവ്, നൈസ്. അത് നല്ലൊരു ഇത് തന്നെ. ഓർത്തിരിക്കുന്ന മനസ്സിനെ അത്രയും വിഷമിപ്പിച്ച ഒരു ഇൻസിഡന്റ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല.
കൂൾ. അത് തന്നെ ഏറ്റവും നല്ലൊരു കാര്യമല്ലേ ഗായത്രി, നമ്മൾ ആലോചിക്കുമ്പോ അല്ലെങ്കിൽ ഞാൻ തന്നെ. മനസ്സിൽ വെക്കാത്താണോ എന്ന് അറിഞ്ഞൂടെ, എനിക്ക് അങ്ങനെ ഒന്നും ഓർമ്മ വരുന്നു. എന്താണേലും അപ്പൊ അത് അത്രയും എന്തായാലും മനസ്സിനെ ആഴത്തിലേറി വേദനിപ്പിച്ചതൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അതിനർത്ഥം. അതുകൊണ്ടാണല്ലോ അത് ഓർത്ത് വെക്കാത്തത്. അത് ഭയങ്കര ബ്ലെസ്ഡ് ആണ് അങ്ങനത്തെ ഉണ്ടാവുക എന്ന് പറയണത് തന്നെ. ശരി, ഇനിയിപ്പോ നമ്മുടെ എല്ലാവരുടെ അടുത്തും പിന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണ്? 25 എന്തൊക്കെ ചെയ്യണം എന്നാണ് മനസ്സിൽ കണ്ടിരിക്കുന്നത്? 25 അങ്ങനെ വലിയ, ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര പ്ലാൻ ചെയ്ത് അങ്ങനെ പ്ലാനിങ് ഒക്കെ വെക്കുന്നുണ്ടോ വലിയ സംഭവം. അതൊക്കെ തരാം, ഗിഫ്റ്റ് ഒക്കെ തരാം. ഞങ്ങള് കൈവച്ച് വരില്ലല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ ഈ സ്വീറ്റിൽ ഒതുക്കിയോന്ന്. അങ്ങനെയൊക്കെ മൈൽ സ്റ്റോൺ വിചാരിക്കരുത്. മൈൽ സ്റ്റോൺ എല്ലാവർക്കും, മൈൽ സ്റ്റോൺ എല്ലാ ഇന്റർവ്യൂസിൽ വരെ നമ്മൾ കൊടുക്കാറുണ്ട്. മധുരത്തിൽ നിന്നാണ് നമ്മൾ എപ്പോഴും തുടങ്ങുന്നത്. പിന്നെ ബാക്ക് ടു ബാക്ക് വേറെ വേറെ ഗിഫ്റ്റ്സ് വരും. പറയൂ, റെസൊല്യൂഷൻ എന്താ? 2020 എല്ലാ വർഷവും അതെ ഞാനിങ്ങനെ നമ്മള് പറയാനാണെങ്കിൽ എന്താ പറയാ, ഐ വിൽ സ്റ്റാർട്ട് ലവിങ് 1% മോർ. അതാരാണ് 1%? സെൽഫ് ലവ് കേറിയേക്കാണ്. ഐ തിങ്ക് അതായിരിക്കും അതിനുള്ള ഒരു കോട്ടൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു സാധനം. അതെ, അല്ല ഇപ്പൊ അത് നമ്മുടെ സെലിബ്രിറ്റീസ് ആണ് ഇവര് കുറെ പേര് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ തന്നെയാണ് ആൾക്കാർക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലാവുന്നത് തന്നെ. സെൽഫ് ലവ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. സെൽഫ് കെയർ എന്ന് ഇപ്പൊ ഞാനൊരു സെൽഫ് കെയർ ബ്രാൻഡ് തന്നെ തുടങ്ങി ഇരിക്കുന്ന ഒരു സമയം കൂടെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ അടുത്ത വർഷം ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് സമയം മണിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. വെരി നൈസ്. അപ്പൊ അത് അങ്ങനെ തന്നെ നടക്കട്ടെ. ഇനി ഞങ്ങളുടെ അടുത്ത ഗിഫ്റ്റുകൾ നമ്മൾ വഴിവഴിയായിട്ട് തരാം. നല്ല നോക്ക്, ഇന്റർവെൽ കേട്ടിട്ടുണ്ടോ? ഇന്റർവെല്ലിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് ഇവരുടെ ആഡ്. ആണോ? അപ്പൊ പിന്നെ എന്ത് പറയാനാണ്. മോളപ്പൊ ഇന്റർവെല്ലിൽ പഠിച്ചിട്ടുണ്ടോ? ഇപ്പോഴും പഠിക്കുന്നുണ്ടോ? ഇപ്പോഴും പഠിക്കുന്നുണ്ട്. അവള് എങ്ങനെ? കുറെ ആളുകൾ ചോദിക്കാറുണ്ട് ഇന്റർവെല്ലിന് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതിനെപ്പറ്റി ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ വന്ന് കൊടുത്തിരിക്കുന്നത് കറക്റ്റ് കൈകളിൽ തന്നെയാണ്. ഏറ്റവും നല്ലൊരു എന്താ, ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ളതാണല്ലോ ഇവരുടെ കോൺസെപ്റ്റ്. അപ്പൊ അത് ഒരു അമ്മ എന്നുള്ള രീതിയിലും ഗായത്രിക്ക് ഇവരുടെ കോച്ചിങ്ങിനെ കുറിച്ച് നന്നായിട്ട് അറിയായിരിക്കുമല്ലോ. അത് എന്താ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഇവർക്ക് ഗിഫ്റ്റ് കൂടെ ഓപ്പൺ ചെയ്യാം. എന്താണ് ഇവർ തന്നിക്കുന്നത് കൂടെ നോക്കാം. പറഞ്ഞോ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ കോച്ചിങ്? നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. മോളിപ്പോ എത്ര വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്? മോളിപ്പോ 2 years ആയി. ഓക്കെ, 1-to-1 ആയതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അവരുടെ. പിന്നെ ഓരോ സബ്ജക്ട്, ഇപ്പം മോൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ കൂടുതൽ അറ്റൻഷൻ വേണ്ടത് അത് ഫോക്കസ് ചെയ്ത് അത് ഫോക്കസ് ചെയ്ത് അതും അവര് അത് എന്താ പറയാ അതിന് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് തന്നെയാണ്. അപ്പൊ അതിനൊരു ബെനിഫിറ്റ് അവൾക്കുണ്ട്. ഓക്കെ, കൂൾ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കേട്ടല്ലോ. ഇതായിപ്പോ 2 years ആയിട്ട് ഗായത്രിയുടെ മോളും പഠിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അപ്പൊ അത്രയും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള നല്ല, മാത്രമല്ല ഇപ്പം അവർക്ക് ഏറ്റവും വലിയൊരു റിവാർഡ് കിട്ടിയത് തന്നെ ഇപ്പം 2024 ഫിൻലൻഡ് അവിടുത്തെ ഗവൺമെന്റും ഇവരുടെ ഈ ഒരു പ്രൊജക്ടിനെ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ അവിടുത്തെ കുട്ടികൾക്കുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ വേണ്ടിയിട്ട് അതിന്റെ ടോക്സ് എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നല്ല രീതിയിൽ ഇപ്പൊ എത്രയോ വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ ഓൺലൈനിൽ 1-to-1 ഇതേപോലെ ക്ലാസ്സസ് കൊടുക്കുന്ന നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ സെന്റർ ആണ്. അപ്പോൾ ഇനി ഇന്റർവെല്ലിന്റെ വക അതാ നിങ്ങൾക്ക് 25 നല്ലൊരു കാലണ്ടർ ഉണ്ട്. വീട്ടിൽ വേണോ ഇവിടെ വേണോ എവിടെയാന്ന് വെച്ചാല് അത് നമുക്ക് ഇതാ ഇന്റർവെല്ലിന്റെ ഒരു ടാഗ്. പിന്നെ ഇതാ മോൾക്ക് വേണമെങ്കിലോ അല്ലെ ആർക്കാണെങ്കിലും ഗിഫ്റ്റ് ചെയ്യാം ലേബൽ, സ്റ്റിക്കേഴ്സ്. പിന്നെ ഇതാ കോഫി മഗ് ഉണ്ട്, പെണ്ണുണ്ട്, നിങ്ങൾക്ക് അരുണിനുള്ള ഗിഫ്റ്റ് ഉണ്ട്, ഗായത്രിക്കുള്ള ഗിഫ്റ്റ് ഉണ്ട്, മോൾക്കുള്ളതും ഉണ്ട്. സി ഇതുണ്ട്. ഇതെന്താ? മെമന്റോ പോലെ. ഇതാ പിന്നെ കീ ചെയിൻ ഉണ്ട്. പിന്നെ എന്തൊക്കെയുള്ള ഇവിടെയുണ്ട്, ഡയറി ഉണ്ട്, കുറെ ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം മോൾക്ക് കൊണ്ട് കൊടുക്കണം. മോൾ എന്ത് പറയണു? മോള് നന്നായിരിക്കണു. നിങ്ങൾ ന്യൂ ഇയറിന് എന്ത് ചെയ്തു? ന്യൂ ഇയർ എന്ത് ചെയ്തു നിങ്ങൾ? കഴിയുന്നതും ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് ഉണ്ടാവാൻ ശ്രമിക്കാറുണ്ട്. അതുവരെ എവിടെയെങ്കിലും ഒക്കെ ആണെങ്കിൽ പല സ്ഥലത്താണെങ്കിലും ന്യൂ ഇയർ ഞങ്ങൾ എപ്പോഴും 3 പേര് ഒരുമിച്ച് ഉണ്ടാവാൻ ശ്രമിക്കാറുണ്ട്. ഇത്തവണ അതുപോലെ ഒരു ചെറിയ ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, നന്നായി. അപ്പോൾ ഇനി മോൾക്ക് എന്തായാലും ആവശ്യമില്ല, പക്ഷെ എന്നാലും നമ്മുടെ ഒരു ടൈറ്റിൽ സ്പോൺസർ ആയതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് കുട്ടികളുണ്ടാവും. ബാങ്കിങ് സെക്ടറിലൊക്കെ എന്തെങ്കിലും ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ IBS ഇതേ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ബാങ്കിങ് സർവീസസ് ഒക്കെ പഠിപ്പിച്ചു തരുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ നമ്മുടെ SSC കോച്ചിങ്ങിനൊക്കെ പഠിപ്പിച്ചു തരുന്ന നല്ലൊരു കോച്ചിങ് സെന്റർ ആണ്. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ IBS എന്നുള്ള പേരും കൂടെ ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ IBS ബാങ്കിങ് സർവീസസ് ആൻഡ് SSC കോച്ചിങ്ങിനുള്ള നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതും ഈ പറയുന്ന പോലെ സൂപ്പർ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സോ ധൈര്യമായിട്ട് വിടാം. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. ഗിഫ്റ്റ് തീർന്നില്ല, ഒന്നും കൂടെ തന്നിട്ട് നമുക്ക് ഹഗ് ചെയ്യാം.
ക്രിസ്മസിനൊക്കെ കേക്ക് കുറെ കഴിച്ചിട്ടുണ്ടാവും അറിയാം, പക്ഷെ എന്തായാലും നമ്മുടെ മധുരം ഇവിടെ നിൽക്കുന്നില്ല. അപ്പൊ നല്ലൊരു കേക്ക്. ഈ ഒരു ഒക്കേഷൻ എത്രയാന്ന് പറഞ്ഞാലും ന്യൂ ഇയർ ആയാലും നമ്മൾ ക്രിസ്മസിന്റെ നമ്മൾ ആ ഒരു ഫ്ലേവറും ആ ഒരു ഹാങ് ഓവർ കുറച്ചു നാൾ നമ്മുടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്ലം കേക്ക് തന്നത്. അപ്പോൾ ഇനി ഹഗ് ചെയ്തോളൂ. ഓക്കേ, സോ ഹാപ്പി ന്യൂ ഇയർ. രമ്യക്കും അടിപൊളിയാവട്ടെ. താങ്ക് യു. അപ്പം 25 എല്ലാ അർത്ഥത്തിലും ബിസിനസ്സിലും ഈ പറയുന്ന പോലെ സെൽഫ് ലവിലും ബുക്കിലും എല്ലാം ഗായത്രിയുടെ എല്ലാ വെഞ്ചേഴ്സും സൂപ്പറായിട്ട് പോട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഓക്കെ, ബൈ, താങ്ക് യു. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ അടുത്ത ന്യൂ ഇയർ ആയിട്ട് നിങ്ങളെ വിഷ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് നോക്കിക്കോ ആരൊക്കെയാണെന്ന് ഞാനൊന്നും പറഞ്ഞില്ല, എനിക്ക് ഇവരുടെ പേരേ അറിയില്ല. എത്രയോ വർഷങ്ങളായിട്ട് ഇവര് മീഡിയയിലേക്ക് വരുമ്പോ തന്നെ ഇപ്പം എത്ര 18 വർഷം ആയിട്ടുണ്ട്. രസികരാജ സൂര്യയിലെ പ്രോഗ്രാമിന് അന്ന് വന്ന് ഞങ്ങളെ ആദ്യം ചിരിപ്പിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഇവര് ചിരിപ്പിക്കാനായിട്ട് എത്തുന്നത്. മാജിക് വണ്ടേഴ്സ് ക്രിയേറ്റ് ചെയ്ത 2 ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വിഷ്ണുവും ബിപിനും. നിങ്ങളുടെ ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. യെസ്, എങ്ങനെയുണ്ടായിരുന്നു ന്യൂ ഇയർ? എന്ത് ചെയ്തു? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നോ? അതെന്താ ഭയങ്കര ചിരി. സർപ്രൈസ് ആയി പോയില്ല. അല്ല ആ ചോദ്യം നമ്മളങ്ങനെ വളരെ അല്ല, സാധാരണ നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ന്യൂ ഇയർ എപ്പോഴും സ്റ്റേജില് പരിപാടികള് അല്ലെങ്കിൽ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ കിടന്ന് ഉറങ്ങി അങ്ങനെയൊക്കെ ആയിരുന്നു. സത്യം. ഇപ്പൊ പിന്നെ സിനിമ ഉണ്ടായിരുന്നു എന്നാണ് വിചാരിച്ചത്. അപ്പൊ എന്റെ ഷൂട്ടിംഗ് കുറച്ചങ്ങട് മാറി, പുതിയ തുടങ്ങാനുള്ളത്. അപ്പൊ ഇവനും ഇവന്റെ പരിപാടികളായിട്ട് നീങ്ങുമായിരുന്നു. ഫാമിലിയോടൊപ്പം വരുന്നു. രണ്ടുപേരോട് ഒരുമിച്ചായിരുന്നു അതോ രണ്ടുപേരും സ്വന്തം ഫാമിലി ആയിട്ട് അപ്പനാപ്പനായിരുന്നു? ഓ, ഞങ്ങളല്ലാത്തപ്പോഴൊക്കെ ഒരുമിച്ചുണ്ടല്ലോ. അതെ, ന്യൂ ഇയറും ക്രിസ്മസ് എങ്കിലും ഞാൻ എന്റെ കുടുംബക്കാരോട് മാത്രമായിട്ട് നിന്നോട്ടെ. ഓക്കെ, ശരി. അപ്പൊ 2024 രണ്ടുപേരെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സിനിമയിലേക്ക് നിശ്ചയിക്കാത്ത രീതിയിൽ പോലെ നിങ്ങൾക്ക് ഒരുപാട് നല്ല ഭാഗ്യങ്ങൾ പോയ പല നാളുകളായിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. 2024 പറഞ്ഞു കഴിഞ്ഞാലും നല്ലൊരു വർഷം തന്നെയായിരുന്നു. ഞാൻ പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു 2024 പൊതുവെ ഇൻ ജനറൽ രണ്ടുപേർക്കും? നല്ല വർഷമായിരുന്നു. അപ്പൊ എല്ലാ വർഷവും നല്ല വർഷങ്ങൾ തന്നെ. കുറെ മൊമെന്റ്സ് ഉണ്ടായ വർഷമാണ്. പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം പറയാം. ഒരുപാട് വർഷങ്ങളായിട്ട് സ്ക്രീനിൽ നിറഞ്ഞിരുന്ന ഒരുപാട് ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആളാണ് രമി ചേച്ചി. രമി ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂവിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു. നാട്ടുകാരെ ഓടി വരണേ, നാട്ടുകാരെ ഓടി വരണേ, വിഷ്ണു തള്ളരുതേ. അത് 2024 സംഭവിച്ചത്. ഭാഗ്യം. എന്റെ അടുത്ത ചോദ്യം ദുരായിരുന്നു. ന്യൂ ഇയർ കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡാണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ എങ്ങനെ 2024 തന്നെ? അല്ല, 2024 ഓക്കെ ഓക്കെ. ഞാൻ വിചാരിച്ചു ഈ മൊമെന്റ് ആണെന്ന് വിചാരിച്ചു. അല്ലല്ല, ഭാഗ്യം. എന്റെ അടുത്ത ചോദ്യം ദൂരാനുമ്പോ അതിനൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഇനി ബിബിൻ പറയൂ. എടാ, ചേച്ചിക്ക് ഇത്ര സന്തോഷം താങ്ങാൻ പറ്റില്ല, നീ ഇങ്ങനത്തെ തള്ളിവിടരുത്. സന്തോഷം കാരണം അറ്റാക്ക് വന്നു. ചേച്ചി എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള ടോട്ടൽ സിനിമ കരിയറിൽ ഞാൻ കൂടുതലും എപ്പോഴും എഴുത്തിന് പ്രാധാന്യം പരിപാടി ഉള്ളായിരുന്നുകൊണ്ട് സിനിമയുടെ അഭിനയം നായകനായിട്ടുള്ള പരിപാടികൾ വളരെ കുറച്ചാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. പക്ഷെ ഈ കൊല്ലം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിന്യൂസ് പരിപാടികൾ ചെയ്തു എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും 2024 നമുക്കറിയാം ഇവരെ വിട്ടുപിരിയാത്ത നല്ലൊരു സുഹൃത്ത് ബന്ധമാണ്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. മലയാള സിനിമ മാത്രം ഒതുങ്ങി നിന്ന് ഇവരുടെ സ്ക്രിപ്റ്റും കാര്യങ്ങളും ഇനി പാൻ ഇന്ത്യൻ മൂവിയിലേക്ക് തന്നെ എത്തി. നിങ്ങളുടെ സ്ക്രിപ്റ്റിന് എല്ലാവരും ബോളിവുഡ് എന്നൊക്കെ വിളിക്കട്ടെ. നിങ്ങളുടെ സ്ക്രിപ്റ്റ് നമുക്ക് ചേച്ചിയുടെ നാവ് പൊന്നോട്ടെ. നന്ദി വേണം കേട്ടോ. ആ സമയത്ത് ഇനി ഞാൻ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ തരട്ടെ കേട്ടോ. ന്യൂ ഇയർ ആയിട്ട് ഞങ്ങൾ വെറും കൈയോടെ ഒന്നല്ല വരുന്നത്, സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് വരാറ്. ഓക്കെ, എന്ത് പറയുന്നു കുട്ടികളൊക്കെ രണ്ടുപേരുടെ പഠിത്തം കാര്യങ്ങളൊക്കെ അവരുടെ എന്തൊക്കെയായി? അച്ഛന്മാർക്ക് ഇതൊക്കെ അറിയാവോ നോക്കട്ടെ. കുട്ടികൾ എത്രയിലാ പഠിക്കുന്നത്? പ്രീ KG യിലാണ്. ഇപ്പൊ LKG യിലേക്ക് ഇനി അടുത്ത UKG. ഓക്കെ, അപ്പൊ കുട്ടികൾ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. അമ്മമാരൊക്കെ ആയിരിക്കും ഇപ്പൊ കുട്ടികൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നതൊക്കെ അല്ലെ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ അവര് ഹയർ സ്റ്റഡീസിലേക്ക് KG മുതൽ 12th വരെ ഉണ്ടല്ലോ ഇനി മെയിൻ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ അവർക്ക് വൈഫിനൊക്കെ വല്ല ഏതെങ്കിലും സബ്ജക്റ്റ് ഒക്കെ ഡിഫിക്കൽട്ട് ആയിട്ട് പറഞ്ഞു കൊടുക്കാനൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഇൻഡിവിജ്വൽ ട്യൂഷൻ ഇവര് ഒരു ഓൺലൈൻ ആയിട്ടുള്ള ഒരു ആപ്പാണ്
ഇവർ ഇന്റർവെൽ എന്ന് പറഞ്ഞ നല്ലൊരു ട്യൂഷൻ ആപ്പാണ്. രണ്ടുപേരും ഇതങ്ങ് നിങ്ങൾ രണ്ടുപേരും ഹൃദയമാണെങ്കിലും ഒരു മനസ്സിന്റെ ഉടമകളായതുകൊണ്ട് രണ്ടുപേർക്കും കൂടെ നമുക്ക് ഇപ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത ഗിഫ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് മധുരം പങ്കിട്ടുകൊണ്ടാവാം ഈ ഒരു ന്യൂ ഇയർ അടുത്ത ആഘോഷം. ഇത് മിൻലാൻഡിന്റെ നല്ല ഫുഡ് പ്രോഡക്ട്സ് ആണ്. മിൻലാൻഡിന്റെ നല്ല ഹെൽത്തി സ്നാക്സ് ആണ് ഇതെല്ലാം. കോക്കനട്ടും എള്ളും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഉണ്ട. ദെൻ കോക്കനട്ടും പീനട്ടും എള്ളുണ്ട, അതേപോലെ അവലോസുണ്ട പോലത്തെ ചെറുത്. ഇത് വേറൊരു കോക്കനട്ടിന്റെ. ഇതെല്ലാം മിൻലാൻഡിന്റെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് പ്രോഡക്റ്റ് ആണ്. അപ്പൊ രണ്ടുപേർക്കും കൂടെ ഇതങ്ങ് തരുന്നു മിൻലാൻഡിന്റെ ഫുഡ് പ്രോഡക്ട്സ്. ദെൻ മിൻലാൻഡിന്റെ ഏറ്റവും ഇപ്പോഴത്തെ അവരുടെ ലേറ്റസ്റ്റ് ഒന്നാണ് ഡേറ്റ്സ് കോക്കനട്ട് ബാർ. ഇനി അടുത്തത് IBS പ്രസൻസ് ന്യൂ ഇയർ ഗുരുജി. അത് എന്താന്ന് ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം ഞാൻ IBS എന്താന്ന് പറയാം. IBS എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് സ്റ്റഡീസ്. ബാങ്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോഴ്സോ കാര്യങ്ങളോ ഫാമിലിയിൽ ആർക്കെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പൊ ബാങ്കിൽ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ക്ലർക്കായിട്ടോ മാനേജറായിട്ടോ അവർ നിൽക്കുന്ന ആൾക്കാർക്ക് MBA എടുക്കണം, അല്ലെങ്കിൽ കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ആ ഒരു പ്രോഗ്രസീവ് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സെക്ടറിലും, പിന്നെ ബാങ്കിൽ ലോണൊക്കെ എടുത്തിട്ട് അടയ്ക്കാതെ കടമടയ്ക്കാതെ പോകുന്ന ആൾക്കാരുണ്ട്. അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെ ബാങ്കിങ്ങിന് ഒരു ഏജന്റ് വേറൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട്. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണമെങ്കിലോ, അങ്ങനെ ഏത് സെക്ടറിലാണെങ്കിലും നല്ല രീതിയിൽ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കോച്ചിങ് കാര്യങ്ങളെല്ലാം നടത്തുന്ന ഒരു സെന്റർ ആണ് IBS. അവർക്ക് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് അതിന്റെ ആ ഒരു ടെസ്റ്റും കാര്യങ്ങളും എഴുതുക. സോ IBS പ്രസൻസ് ഈ ന്യൂ ഇയർ ഗുരുജി. ഈ ന്യൂ ഇയർ ഗുരുജിയാണ് ഇനി എന്താന്ന് നോക്കാനുള്ളത്. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഈ ക്യാൻഡിൽ ഊതി കഴിയുമ്പോൾ ഗുരുജിക്ക് എന്തോ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടാവും. ആരായി ഗുരുജിന്നോ, എന്താണ് ഈ ഗുരുജി പറയാൻ പോണെന്നോ ഒരു ഐഡിയ ഇല്ല. എന്തോ ഒരു സംഭവം ഈ കടലാസിനുള്ളിൽ ഗുരുജി ചെയ്തിട്ടുണ്ട്. അവനറിയാൻ പറ്റും എന്തെങ്കിലും. നോക്കാം നമുക്ക് രണ്ടുപേരും ഒരുമിച്ച് ചോദിക്കോ. പതുക്കെ ഊതിയാ മതി. കെട്ട്. ഇനി എന്താണെന്ന് നോക്കിക്ക വിഷ്ണു, വായിച്ച നോക്കിക്ക. ഗുരുജി എന്താ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? ന്യൂ ഇയർ ഗുരുജി എന്താ? എന്താണ് വിഷ്ണു? 2025 വിഷ്ണു ഉണ്ണികൃഷ്ണൻ സംഭവിച്ചേക്കാവുന്ന വലിയൊരു മാറ്റം ബിബിന് പ്രഡിക്റ്റ് ചെയ്യാമോ? ഒരു ചോദ്യമാണ്. എന്താണ് ആ മാറ്റം? ബിബിനോടാണ് ചോദ്യം. വിഷ്ണുവിന് വരാൻ പോകുന്ന ഒരു മാറ്റം. അല്ല, വിഷ്ണുവിന് വളരെ സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും പ്രശസ്തിയും അഭിനേതാവുന്ന രീതിയിലൊക്കെ വളരെ ഉയർച്ച ഉണ്ടാവുന്ന ഒരു കൊല്ലമായിരിക്കും 2025. ഉറപ്പാണ്, 100%. മറ്റേ ഇതുപോലെ പൂയം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി. ഇതെന്താ കാര്യം അറിയാമോ? എന്തായാലും ഏതെങ്കിലും പടം ഓടാവും. അങ്ങനെയൊന്നല്ല. ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള, എത്രയൊക്കെ ഇവര് ഡൗൺ ടു എർത്ത് ആയിട്ട് എന്തെന്നൊക്കെ പറഞ്ഞാലും ഇവർ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമുക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. ഇവരൊന്ന് ചലിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ പേനകളൊന്ന് എഴുതി കഴിഞ്ഞാൽ അത് എത്ര മനോഹരമായിട്ടാണ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അധികം അതിനെ മോഡിഫൈ ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. പ്രൂവ്ഡ് ഇറ്റ്. അപ്പൊ സൂപ്പർ ആയിട്ടുള്ള നല്ല ഹിറ്റ്സ് എന്തായാലും ഉണ്ടാവും. ഗിഫ്റ്റ് തീർന്നില്ല, ഇനിയുണ്ട്. രണ്ട് ശരീരവും ഒരേ മനസ്സുമുള്ള നിങ്ങൾക്ക് ശരിക്കേ ഇത് നമുക്ക് നഷ്ടമായി പോയടാ. രണ്ടുപേരും രണ്ടായിട്ട് കണ്ടാ മതിയായിരുന്നു. അത് ഒരുമിച്ചായിരുന്നപ്പോ അവൻ അപ്പൊ തന്നെ അവൻ ഒതുക്കിയിട്ടുണ്ട്. നീ ഇനി വിളിക്കുവല്ലേ, ഞാൻ തരാട്ടാ നിനക്ക്. ചേച്ചി ഉള്ളോണ്ട് നീ രക്ഷപ്പെടാ. ഇതൊക്കെ വെറുതെ പറയണ പോകുമ്പോ തന്നിട്ടേ അല്ലാതെ പൂസ് കൊടുത്ത് പോകൂല. ഇനി ഇതിന്റെ പേരും പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ഇടി പിടിക്കാതെ നിൽക്കണം. ഈ എള്ളുണ്ടൊക്കെ വേണ്ടിട്ട് ഞാനും ഒരു ഇടി. ഇവിടെ സിനിമയുടെ പേരിൽ ഇന്ന് വരെ ഒരു തല്ലുകൊടുത്ത ഞങ്ങൾ ഇത് കല്യാൺ സിൽക്സിന്റെ മറ്റൊരു നല്ലൊരു ന്യൂ ഇയർ ഗിഫ്റ്റ്. ഗിഫ്റ്റ് ഒക്കെ തീർന്നു. ഇത്രയേ ഉള്ളൂ ഗിഫ്റ്റ്. എല്ലാ ഗിഫ്റ്റും കഴിഞ്ഞു. അങ്ങനെ കുറെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വന്നു, തന്നു, അങ്ങ് പോണു. എന്തായാലും ശരിക്കും ഫ്രം ദ ഹാർട്ട് ഞങ്ങൾ മൈൽ സ്റ്റോണിൽ നിന്ന് വിഷ് ചെയ്യാണ്. സൂപ്പർ ആയിട്ടുള്ള ഒരു ന്യൂ ഇയർ തന്നെ ആവട്ടെ എല്ലാ അർത്ഥത്തിലും. ചേച്ചിക്കും ഗംഭീരമായ ന്യൂ ഇയർ ആവട്ടെ. മൈൽ സ്റ്റോണിന്റെ എല്ലാ ഫോളോവേഴ്സിനും ഗംഭീരമായ ന്യൂ ഇയർ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അങ്ങനെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ന്യൂ ഇയർ വിഷ് നമ്മളിപ്പോൾ എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കുന്നതിൽ ഇപ്പം ഞാൻ എത്തിയിരിക്കുന്നത് അവിടെ ഉള്ളിൽ പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർക്കോയുടെ പ്രൊമോഷന്റെ ഇതായിട്ട് അൻസൻ പോൾ ഉണ്ട് ഉള്ളിൽ. നമ്മുടെ തന്നെ ചാനലിൽ ബിൽറ്റൻ അറിയില്ലേ, ബിൽറ്റ അവിടെ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിനിടയിലേക്ക് ഓടിച്ചെന്നിട്ടൊന്ന് ന്യൂ ഇയർ വിഷ് ചെയ്യാം അല്ലേ. എന്തായാലും അൻസൻ പോളും ടീമും എല്ലാവരും മാർക്കും നല്ല സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പുതുവർഷം അവരെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷമുള്ള വർഷമാണ്.
നമുക്ക് ചെന്ന് ബാക്കി വിഷ് ചെയ്യാം. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സോറി ടു ഡിസ്റ്റർബ് യു. ഹലോ, ഹാപ്പി ന്യൂ ഇയർ. നിങ്ങളുടെ ഇടയിൽ നമ്മൾ ഡിസ്റ്റർബ് ചെയ്തു. ഇത് ആൻസൺ പോളില് ഇപ്പൊ മാർക്കോടെ സെലിബ്രേഷൻ ഞങ്ങൾ ചേർന്ന മൈൽ സ്റ്റോണിന്റെ വക നല്ലൊരു ഇന്റർവെൽ എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റഡി ആപ്പാണ്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ എല്ലാ ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാവരും എന്റെ ഓപ്പൺ ചെയ്ത് നോക്കിക്കോ ഇവർ എന്ത് ഗിഫ്റ്റാ തരണേന്ന്. KG മുതൽ 12th വരെയുള്ള എല്ലാ സ്റ്റുഡൻസിനും എല്ലാ സബ്ജക്റ്റിനും ഉള്ള ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആണ് ഇവർ നൽകുന്നത്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ. അടിപൊളി. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ. സോ ഇൻഡിവിജ്വൽ ആണ്. പഠിക്കാൻ പോണോ? അതാ ചോദിക്കുന്നത്. തിരിച്ചു പഠിക്കണം, ഏതെങ്കിലും സബ്ജക്ട് ഇരുന്ന് പഠിക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഒരുപാടുണ്ട്. അപ്പൊ അവര് നല്ല സ്കീമായിട്ട് അപ്രോച്ച് ചെയ്തവര് നല്ല സൂപ്പർ സ്കീം ഒക്കെ തരും. അപ്പൊ അവരുടെ വക നല്ലൊരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആണ് ആൻസൺ. ഓക്കെ, ഭയങ്കര ഒരു ഹാപ്പി മൂഡിലാണ്. അറിയാം, നല്ല രീതിയിൽ മാർക്ക് പോയിക്കൊണ്ടിരിക്കണു. ഞങ്ങളൊക്കെ കണ്ടു, നല്ല രീതിയിൽ അതിന്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? പിന്നെ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു സന്തോഷം 24 എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നതും സന്തോഷം വരുന്നതും ഈ ഒരു സിനിമ, ഈ ഒരു കാര്യം തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? അല്ലേ? ഏറ്റവും കൂടുതൽ ഒരു ഹാപ്പിനെസ് തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു മോശം ഒരു എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ 24 ഒട്ടും ഇനി അങ്ങോട്ട് വരല്ലേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇൻസിഡന്റ് അതെന്തായിരിക്കും? അങ്ങനെ മോശം എക്സ്പീരിയൻസിനെ പറ്റി ഒന്നും നമ്മൾ ചിന്തിക്കാതിരിക്കുന്ന എന്തിനാണ് നല്ല കാര്യങ്ങളുള്ളപ്പോ എന്തിനാണ് നമ്മള് മോശം കാര്യങ്ങളെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യം? ചിന്തിക്കാതിരിക്കുക. അത് കടന്നുപോയല്ലോ, അത് കഴിഞ്ഞല്ലോ. ആ മൊമെന്റ് ഇസ് ഓവർ അല്ലേ? അപ്പൊ പിന്നെ നമ്മൾ അതിനെ പറ്റി വെറുതെ ചിന്തിച്ച് അതിനെ റിക്രിയേറ്റ് ചെയ്ത് എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത പാസ്റ്റ് ഈസ് പാസ്റ്റ് കഴിഞ്ഞു. യെസ്, ആ ഒരു ആറ്റിറ്റ്യൂഡ് ആണ് വേണ്ടത് എല്ലാവർക്കും. ആ ഒരു മെസ്സേജ്. ചിലരുണ്ടല്ലോ പോയതും മോശം എന്തെങ്കിലും അത് തന്നെ ആലോചിച്ചിരുന്നിട്ട് വീണ്ടും ക്രിബ് ചെയ്ത് വിഷമിച്ച്. അപ്പൊ ഇവരുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടോ? കഴിഞ്ഞത് കഴിഞ്ഞു. ആ ഒരു അങ്ങനെ ലൈഫിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ സമ്മാനം കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ അങ്ങനെ വെറുതെ കൈയും വീശുന്നാർന്നെടുത്തതല്ല. അതെ, മൈൽ സ്റ്റോൺ വക കല്യാൺ സിൽക്സിന്റെ നല്ലൊരു ന്യൂ ഇയർ ഗിഫ്റ്റ് ഇനിയുണ്ട്, തീർന്നിട്ടില്ല. അത് താഴെ വെച്ച് അടുത്ത ഗിഫ്റ്റ് തരാം. ഇത് മിൻലാൻഡ് എന്ന് പറഞ്ഞ ഒരു സ്വീറ്റ് ഒരു ഫുഡ് പ്രോഡക്ട്സ് ആണ്. ഇവർക്ക് ഒരുപാട് ഫുഡ് പ്രോഡക്ട്സ് ഉണ്ട്. അതിലിപ്പോ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവരുടേതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. എല്ലാം ഈ കോക്കനട്ട് സെസമി, എള്ളൊക്കെ ഇഷ്ടമാണോ? സെസമി, കോക്കനട്ട് സെസമിയുടെ ആണ് ഒരു ഉണ്ട. മറ്റൊന്ന് വന്നിട്ട് വെറും കോക്കനട്ടിന്റേത്, പിന്നെ ഒന്ന് കോക്കനട്ടും പീനട്ടും കൂടെ ചേർന്നിട്ട് എല്ലാം കുറച്ച് ഹെൽത്തി ആയിട്ട്. യെസ്, ഈ സ്വീറ്റ് ബോക്സ്. അതെ. ഇനി മറ്റൊന്നത് ഇത് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് പ്രോഡക്റ്റ് ആണ്. അതായത് നമ്മുടെ സൗദിയിലൊക്കെ ഭയങ്കര കോമൺ ആയിട്ടുള്ളതാണ്. ഡേറ്റ്സിന്റെ ഒരു ബാറാണ്. പക്ഷെ ഇവര് നമ്മുടെ കേരളത്തിലേക്ക് വന്നപ്പം നമ്മുടെ ഇവിടുത്തെ എല്ലാവരുടെയും നാവിന്റെ ടേസ്റ്റ് കൂടെ മനസ്സിലാക്കി ഡേറ്റ്സും കോക്കനട്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വന്നിരിക്കുന്ന വളരെ ഹെൽത്തി ഗീ ഒക്കെ മിക്സ് ചെയ്തിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബാറാണ്. എനിവേ, ഞാൻ ഡിസ്റ്റർബ് ചെയ്തു ഇന്റർവ്യൂവിന്റെ ഇടയിൽ. എനിവേ, യു പ്ലീസ് കണ്ടിന്യൂ. അപ്പം വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്, വിഷിംഗ് വെരി ഹാപ്പി ന്യൂ ഇയർ. ജസ്റ്റ് കീപ് ഗോയിങ് കേട്ടോ. കാണാം അപ്പം. താങ്ക് യു, ബൈ. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഇപ്പൊ അങ്ങനെ നമ്മള് ന്യൂ ഇയർ വിഷ് ചെയ്യാനായിട്ട് ദേ എത്തിയിരിക്കുന്നത് എവിടെയാന്ന് നോക്കിക്കേ. നമ്മൾ അന്ന് വന്നപ്പോ ചേട്ടൻ അന്ന് പനിയായിരുന്നു. പാവം ചേട്ടൻ പനിച്ചിട്ട് അവിടെ കിടക്കായിരുന്നു. അന്ന് നമുക്ക് ദിവ്യനെ മാത്രമാണ് ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടിയത്. അല്ല, ആക്ച്വലി അങ്ങനെയല്ല, കൃഷ്ണൻ ചേട്ടൻ വന്നു, ഞാനും ചെയ്യാൻ ഇരിക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ തന്നെയാണ് പോയി കിടന്നോളൂ എന്നും പറഞ്ഞ് അന്ന് കിടത്തിയത്. അതുകൊണ്ട് ദേ ഇപ്പൊ വീണ്ടും വന്നിരിക്കുക നമ്മൾ ന്യൂ ഇയർ ആയിക്കൊണ്ട് ന്യൂ ഇയർ വിഷ് ചെയ്യാന്ന് വിചാരിച്ചിട്ട്. വന്ന് കണ്ട് പരിചയപ്പെട്ടല്ല, സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ഞങ്ങൾ ഏൽപ്പിച്ച ദിവ്യ ഓൾ ദ മോർ ഈ ചേട്ടൻ ഇങ്ങനെ കൊഞ്ചിപ്പിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. ഇപ്പോഴും ഭയങ്കര കുട്ടിത്തമായി പോയല്ലോ ദിവ്യ. ഒന്നാമതേ ആൾക്കാർ അച്ഛനും മോളും ഇനി ഇതും കൂടെ അയക്കാൻ അപ്പൂപ്പനും കൊച്ചുമോളും. അല്ല, ചെട്ടി പേര് വാങ്ങി തരാൻ പറഞ്ഞോ എന്തെങ്കിലും? എന്ത് കുട്ടിക്കളിയാണ്. ആദ്യം പറഞ്ഞിട്ടുണ്ടോ? ഇത്ര പ്രായമായിട്ട് ആരെങ്കിലും പോയിട്ട് ചെടി പേര് വാങ്ങിക്കൂ? അപ്പൊ ഞാൻ ന്യൂ ഇയർ ആയിക്കൊണ്ട് വെറുതെ കൈവീശി ഒന്നും വന്നിരിക്കുകയല്ല, കൈ നിറയെ സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. തരാം, കൈ കാണിച്ചു. അതെ, സമ്മാനങ്ങൾ തരാം. ഇനി കുട്ടികളുടെ വിശേഷം കൂടെ പറഞ്ഞ. നിങ്ങൾ ഇങ്ങനെ ഇന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ കൊയിലാണ്ടിൽ, നാളെ വിളിക്കുമ്പോൾ നിങ്ങൾ വേറൊരു ദുനിയാവില്. നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും ഇങ്ങനെ ട്രാവലിംഗ് ആണ്. കുട്ടികളുടെ വിശേഷം കൂടെ പറയാം. അവരിപ്പോ എന്ത് ചെയ്യുന്നു? അവർക്ക് സ്കൂളിൽ പോണ്ടേ? മോളിപ്പോ നാട്ടില്. മോള് അവിടെ 2 ദിവസം നിന്നിട്ട് ഇനിയിപ്പോ എന്റെ അമ്മ കൂടി ഇങ്ങോട്ടേക്ക് വരും. എങ്ങോട്ട്? തിരുവനന്തപുരത്തേക്ക്. അപ്പൊ അമ്മയും മോളും കൂടി
തിരുവനന്തപുരത്തേക്ക് പോകും. മോനുണ്ട്, ഉറങ്ങുന്നുണ്ട് മുകളിൽ. ഓ, ഇവിടെ ഉണ്ടോ നിങ്ങളുടെ കൂടെ? ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് അല്ലേ അവനും അങ്ങനെ നിൽക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് കുട്ടികൾക്കുള്ള ഒരു ആപ്പിന്റെ ഒരു പരസ്യമാണ്. അതായത് ഇന്റർവെൽ എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ട്യൂഷൻ ആപ്പാണ്. നല്ലൊരു ന്യൂ ഇയർ ഗിഫ്റ്റ്. ഇനിയുണ്ട് മറ്റൊരു സമ്മാനം. ഇത് കല്യാൺ സിൽക്സിന്റെ വക നല്ലൊരു ന്യൂ ഇയർ ഗിഫ്റ്റ്. താങ്ക് യു. ഇനിയുണ്ട്. ഇനി നമ്മുടെ എല്ലാ ആഘോഷത്തിനും നമ്മൾ മധുരം പങ്കിടുക എന്നുള്ളത് അതൊരു നല്ലൊരു കാര്യം തന്നെയല്ലേ. നമ്മുടെ ഇവര് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സ് ആണ്. മിൻലാൻഡ് നല്ല ഹെൽത്തിയാണ്. അതെ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് പ്രോഡക്ട്സ് ആണ്. കോക്കനട്ട് ബേസ് ചെയ്തിട്ടാണ് ഇവരുടെ എല്ലാ ഫുഡ് പ്രോഡക്ട്സും വരുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവിധ ആശംസകളും കുട്ടികളുടെ അടുത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും ഹാപ്പി ന്യൂ ഇയർ പറയണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഹാപ്പി ന്യൂ ഇയർ. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ന്യൂ ഇയറിൽ നമ്മൾ വീണ്ടും എത്തിയിരിക്കണം മിസ്റ്റർ വിജയ് ബാബുവിന്റെ അടുത്ത്. ഹാപ്പി ന്യൂ ഇയർ വിജയ് ചേട്ടാ. എന്ത് ചെയ്തു ഇന്നലെ? ചെറിയൊരു ഫാമിലി ഡിന്നർ. ചെറുതൊന്നും അല്ലെന്ന് മുഖം കണ്ടാൽ അറിയാം. ഡിന്നർ കഴിഞ്ഞു, പിന്നെ ചെറിയ നമ്മളങ്ങനെ പാർട്ടിയുടെ ഒക്കെ പ്രായം കഴിഞ്ഞില്ലേ, അങ്ങനെയൊന്നും പറയില്ല. പ്രായമൊക്കെ ജസ്റ്റ് ഒരു നമ്പർ. എന്നാലും ഈ വർഷം ഇച്ചിരി ശക്തമായിട്ട് തുടങ്ങാൻ വേണ്ടിട്ട് ഒരു പിടിച്ചു. എങ്ങനെയുണ്ട് 24ലേക്ക് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ 24 സമ്മാനിച്ച ഏറ്റവും നല്ലൊരു ബ്യൂട്ടിഫുൾ മൊമെന്റ് അതെന്തായിരിക്കും? ബ്യൂട്ടിഫുൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയാണല്ലോ നമുക്ക്. തീർച്ചയായിട്ടും വാലാട്ടി എന്ന് പറയുന്ന 5 വർഷത്തെ ഡ്രീം, അത് 2024 പിന്നെ കൽബിറങ്ങി. അപ്പം കുറെ സിനിമകൾ, കുറെ എക്സ്പെരിമെന്റൽ സിനിമകൾ ചെയ്യാൻ പറ്റി. ന്യൂ ലേണിംഗ്സ്. അപ്പൊ ആ ലേണിംഗ്സ് എല്ലാം ഉൾക്കൊണ്ട് ഒരു ശക്തമായ ഇയറിലേക്ക് നമ്മൾ പോകും. എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഫ്രൈഡേ ഫിലിം ഹൗസിനെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷണലി ഏറ്റവും വലിയ ഇയർ ആണ് 2025. ഇനി വരാൻ പോകുന്ന 2025. അപ്പൊ 2024 എന്ന് പറയുന്നത് ഈ 2025ലേക്കുള്ളൊരു പ്രിപ്പറേഷൻ ആയിരുന്നു. എന്തായാലും ഈ ഒരു എനർജിയിൽ തന്നെ ഇദ്ദേഹത്തിനും ഈ ഒരു ടീമിനും ഫ്രൈഡേ ഫിലിം ഹൗസിനും ഒക്കെ സൂപ്പർ ഡ്യൂപ്പർ ആയിട്ട് പോകാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. വെരി ഹാപ്പി ന്യൂ ഇയർ. താങ്ക്സ് ഫോർ കമ്മിങ്. കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ വെറുതെ ഈ 2025 ആദ്യമായിട്ട് ഞാൻ മീറ്റ് ചെയ്യുന്ന മീഡിയ മൈൽസ്റ്റോൺ മീഡിയ ആണ്. അപ്പൊ ഇനിയും അപ്പൊ ഈ 20 ഒരുപാട് മൂവീസ് ഒക്കെ വരുമ്പോഴേ ഫസ്റ്റ് ഞങ്ങൾക്ക് തരണം. മൈൽസ്റ്റോൺ മീഡിയക്കും എല്ലാ മെമ്പേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. ഒരു നല്ലൊരു വർഷമാവട്ടെ. ഒരുപാട് സന്തോഷം വിജയ് ചേട്ടാ. ഇനി ഞാൻ കുറച്ച് സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതും കൂടെ പെട്ടെന്ന് തരാം. 2025 ആദ്യത്തെ സമ്മാനം ഗോൾഡ് ആണോ? ഗോൾഡാ മോൻ ഇന്നത്തെ വില നോക്കിയിരുന്നോ? ഗോൾഡ് പോലെ ആവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികളെ അതിനെക്കാട്ടിലും വാല്യൂ ഉള്ള രീതിയിൽ കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇൻഡിവിജ്വൽ ട്യൂഷൻ ആപ്പാണ് ഇന്റർവെൽ. ഇന്റർവെൽ ആണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ തന്നെ 3rd പ്ലേസിൽ വന്ന് നിൽക്കുന്ന ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ ടെക്നോളജി. അവരുടെ ഇത് കേരളത്തിലെ ഫസ്റ്റ് ആണ്. മോന് കൊടുക്കാൻ പറ്റുന്ന അച്ഛന്റെ ഭാഗത്ത്. പക്ഷെ ഇതിനകത്തെ സാധനം മോന് കൊടുക്കണ്ട, അച്ഛനെടുത്തോ. എങ്കിൽ ഞാൻ കൊണ്ടുവന്നേനെ. ഇത് നമുക്ക് ഡയറി പെൻ. യെസ്, യു ക്യാൻ ഓപ്പൺ ദിസ് ഡയറി, ദിസ് പെൻ. ഇതുണ്ട്, ബോട്ടിൽ ഓപ്പണർ ഉണ്ട്. ഉള്ളതാണല്ലേ? അതുകൊണ്ട് കറക്റ്റ് മനസ്സ് വായിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന് തന്നു. ഇനി അടുത്തത് നമ്മുടെ ഏതൊരു ആഘോഷം വിജയ് ചേട്ടാ നമ്മൾ സ്വീറ്റിലൂടെയാണ്. മധുരമില്ലാണ്ട് നമുക്കൊരു ആഘോഷവും ഇല്ല. അപ്പോ നമ്മുടെ ഇത് കോക്കനട്ട്, കംപ്ലീറ്റ്ലി പ്യുവർ കോക്കനട്ട്, ഒരു എള്ളുണ്ട പോലത്തെ കോക്കനട്ട് ഉണ്ട്. ദെൻ കോക്കനട്ടും പീനട്ടും കൂടെ ഉള്ള ഇതെല്ലാം മിൻലാൻഡിന്റെ ഡെസേർട്സ് ആണ്, മിൻലാൻഡിന്റെ പ്രോഡക്ട്സ് ആണ് ഇതെല്ലാം. കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് കോക്കനട്ടും സെസമിയും. ഇതാണ് മിൻലാൻഡിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോഡക്റ്റ്, ഡേറ്റ്സ് കോക്കനട്ട് ബാർ. ഇത് വളരെ ഹെൽത്തിയാണ്, 100% ഹെൽത്തി. ധൈര്യമായിട്ട് കഴിക്കാം. സൂപ്പർ സാധനമാണ് ഈ ബാർ. അപ്പൊ ഇതാണ് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് ആണ്, ഇവിടെ ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ പുതിയ പ്രോഡക്റ്റും ജെസി ചേട്ടന്റെ മിൻലാൻഡിന്റെ വക നല്ലൊരു ഡെസേർട്ട്. ഓക്കെ, അപ്പോ എല്ലാവിധ ആശംസകളും എഗൈൻ ആൻഡ് എഗൈൻ വിഷ് ചെയ്യുന്നു. നമുക്ക് വീണ്ടും കളത്തലത്തിൽ പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ കളത്തിൽ കാണാം. ഓക്കെ, യെസ്. നമ്മുടെ വീട്ടില് ഡോഗ് ഒറ്റയ്ക്കാണ്. നോ പ്രോബ്ലം, യു പ്ലീസ് ക്യാരി ഓൺ. നമുക്ക് എല്ലാവർക്കും ഇന്ന് ന്യൂ ഇയർ ഓട്ടത്തിന്റെ ദിവസമല്ലേ. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ. ബൈ. താങ്ക് യു. ഇങ്ങനെ നമ്മുടെ മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ന്യൂ ഇയറിൽ ഇന്നിപ്പോ നമ്മളോടൊപ്പം സൈജു ആണ്. സൈജു, ഹാപ്പി ന്യൂ ഇയർ. എങ്ങനെയുണ്ടായിരുന്നു ന്യൂ ഇയർ? ന്യൂ ഇയർ
നന്നായിരുന്നു. എന്ത് ചെയ്തു? ഇപ്പൊ ഞങ്ങൾ അതെ. ഇപ്പൊ ഞങ്ങൾ സൈജുവിനെ വന്ന് പിടിച്ചിരിക്കുന്നത് ഇവിടെ കളമശ്ശേരിയിൽ സൈജുവിന്റെ ഏറ്റവും പുതിയ മൂവിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. അപ്പം ഇതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു തിരക്കിലായിരിക്കുമോ ന്യൂ ഇയർ? അതെ അതെ അതെ, ഈ തിരക്ക് തന്നെയാണ്. ഒരു ഫെബ്രുവരി പകുതി വരെ കണ്ടിന്യൂസ് ഷെഡ്യൂളാണ്. ഓക്കെ. നമ്മളിപ്പം ഫ്ലാസ്ക് എന്ന് പറഞ്ഞ പടത്തിന്റെ ആണ് ഇനിയിപ്പം 2 ഷെഡ്യൂളായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. വെച്ചാൽ എനിക്ക് ഇടയ്ക്ക് സുമതി വളവ് എന്ന് പറഞ്ഞൊരു പടത്തിന്റെ ഷൂട്ട് ആണ്. ഓക്കെ. അപ്പൊ അതിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ ഇതിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടിലും ഏകദേശം ഒരേ ലുക്കാ. അതിലും പോലീസാണോ? ഫോറസ്റ്റ് ഓഫീസറാണ്. ഓ ഓക്കെ, ഇതില് പോലീസാണ്. 2025-ലും ഇതേപോലെ ഇപ്പുറം 24-ൽ ഒരു മൂവിയാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയത്. അത് നല്ല രീതിയിൽ തന്നെ ക്ലിക്ക് ആവുകയും ചെയ്തു. സൂപ്പർ ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു. അങ്ങനത്തെ ഒരു 10 മൂവി സൈജുവിന് 25-ൽ ചെയ്യാൻ പറ്റട്ടെ. അതിനപ്പുറം ഒരുപാട് നല്ല നല്ല ഞങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന പോലത്തെ സൈജുവിന്റെ കണ്ണുകൾ കൊണ്ടുള്ള മാജിക് ആക്ടിംഗ് ഒക്കെ ആയിട്ട് ഒരുപാട് നല്ല വെറൈറ്റി ക്യാരക്ടേഴ്സും സൈജുവിന് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യാണ്. ഇപ്പം കുട്ടികൾക്ക് പഠിക്കുകയാണെന്ന് പറഞ്ഞു. എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരു ഫാമിലിയാണ്. കുട്ടികൾ എന്താ ചെയ്യണമെന്നൊക്കെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയാം. മോള് ഇപ്പോൾ ഹയർ കോളേജ് ലെവലിലേക്ക് എത്തി. മോന് പഠിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഇന്റർവെൽ എന്ന് പറഞ്ഞ ഒരു ഇത് ഓൺലൈൻ ട്യൂഷൻ ആപ്ലിക്കേഷൻ ആണ്. ഇവരുടെ വക ഒരു ഗിഫ്റ്റ് ആണ്. സൈജു ഒന്ന് തുറന്നു നോക്കിക്കോളൂ. ഒരു കോർപ്പറേറ്റ് ലെവലിലുള്ള ഒരു ഗിഫ്റ്റ് ആണ് ഇവരുടേത്. വാവ്, ഇങ്ങനത്തെ അതെ ഫ്ലാസ്ക് ഉണ്ട്, കോഫി മഗ് ഉണ്ട്, പെന്നുണ്ട്. അതെ, കറക്റ്റ് ഫ്ലാസ്കിന്റെ ലൊക്കേഷനിൽ കൊണ്ടുപോയി നമ്മളൊരു ഫ്ലാസ്ക് കൊടുത്തിരിക്കുകയാണ്. കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി മിൻലാൻഡിന്റെ വക ഒരു സ്വീറ്റ് ആണ്. കോക്കനട്ട് ടേസ്റ്റ് ഉള്ള ചോക്ലേറ്റും സ്വീറ്റ്സ് ഒക്കെ പൊതുവെ ഇഷ്ടമാണോ സൈജുവിന്? അപ്പൊ ഇതൊക്കെ കോക്കനട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ്. കോക്കനട്ട് പീനട്ടും കൂടെ ചേർന്നിട്ടുള്ളത്. ഇത് കോക്കനട്ട് തന്നെയേ. ദെൻ ഇത് കോക്കനട്ടും സെസമിയും കൂടെ ചേർന്നിട്ടുള്ള നല്ലൊരു സ്വീറ്റ് പ്രോഡക്റ്റ് ആണ്. ഇവരുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് ആണ് ഇത്. അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഡേറ്റ്സ് കോക്കനട്ട് ബാർ എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിട്ട് അവർ തന്നെ 100% സജസ്റ്റ് ചെയ്യുന്നതാണ്. ഗീയും ഡേറ്റ്സും കോക്കനട്ടും മാത്രം മിക്സ് ചെയ്തിട്ട് റെഡിയാക്കുന്നതാണ്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള. നമ്മുടെ നാട്ടിൽ ഫസ്റ്റ് ടൈമാണ് ഇത്തരത്തിലുള്ള ഒരു ബാർ വരുന്നത്. പുറത്ത് അറബിക് രാജ്യങ്ങളിലൊക്കെ ഇതുപോലത്തെ ഉണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അവരുടെ ആ ഒരു ഗിഫ്റ്റും കൂടെ സൈജുവിന് നൽകുകയാണ്. മിൻലാൻഡിന്റെ നല്ലൊരു ഫുഡ് പ്രോഡക്റ്റ്. അപ്പൊ എനിവേ സൈജുവിന്റെ സമയം അധികമായിട്ട് എടുക്കുന്നില്ല. ഇവിടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഫ്ലാസ്കിന്റെ മൂവി. ഇത് ഇപ്പൊ ഓണം എങ്ങനെയാ ഇതിന്റെ റിലീസ് എപ്പോഴത്തേക്കൊക്കെ പ്ലാൻ ചെയ്യണേ? 4-5 months down the line. ഡിസൈഡ് ചെയ്തിട്ടില്ല. തുടങ്ങിയിട്ടേ ഉള്ളൂ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ? ഓക്കെ. സൈജുവും സുരേഷേട്ടനും നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു മൂവിയാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഫ്ലാസ്കിന്റെ ലൊക്കേഷനിൽ വന്നു. നമ്മൾ ഇത്രയൊക്കെ നമുക്ക് സൈജുവിന്റെ അടുത്ത് ചോദിക്കാൻ പറ്റി. സൈജു, ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ഭാവുകങ്ങളും നേരാണ്. സൂപ്പർ ആയിട്ട് പോവട്ടെ ഈ ഒരു വർഷം കേട്ടോ.